ഇന്ത്യൻ റെയിൽവേ ചരിത്രത്തിൽ എക്കാലത്തെയും ഉജ്ജ്വലയേടായ 1974 ഐതിഹാസിക പണിമുടക്കിന് അരനൂറ്റാണ്ട്. മധുര ഡിവിഷനിൽ സമരത്തിന്റെ ഏറ്റവും ശ്രദ്ധേയ കേന്ദ്രമായിരുന്നു കൊല്ലം. ആ പോരാട്ടത്തിന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് എൻ ഉഗ്രസേനനും ജി ശിവശങ്കരൻ നായരും. അന്ന് ഷൊർണൂരും കൊല്ലവുമായിരുന്നു പ്രധാന സമര കേന്ദ്രങ്ങൾ. ആയിരക്കണക്കിന് ജീവനക്കാർ കൊല്ലത്ത് സമരത്തിൽ അണിചേർന്നു. കുടുംബാംഗങ്ങളും സമരത്തിന്റെ ഭാഗമായി. എന്നാൽ രാജ്യത്ത് 18 ലക്ഷം റെയിൽവേ തൊഴിലാളികൾ അണിചേർന്ന ആ കൊടുങ്കാറ്റിനെ അടിച്ചമർത്താൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ക്രൂരമായ മാർഗങ്ങൾ സ്വീകരിച്ചു. കള്ളക്കേസിൽ കുടുക്കിയും പ്രതികാരം തീർത്തു. എന്നാൽ ജീവനക്കാരുടെ വലിയ പങ്കാളിത്തം കൊണ്ട് സമരം ഉജ്ജ്വലമായി. 1974 ഐതിഹാസികമായ റെയിൽവേ പണിമുടക്കിന് കൊല്ലത്ത് നേതൃത്വം നൽകിയ അനുഭവം വിവരിക്കുകയാണ് 91-കാരനായ എൻ ഉഗ്രസേനൻ. ഒരുപാട് ഏതാണ്ട് 58 ടാക്സി ഡ്രൈവേഴ്സിനെ സർവീസിൽ നിന്നും വിലക്കി തട്ടി ഞങ്ങളെ സസ്പെൻഡ് ചെയ്തപ്പോൾ ഞങ്ങളോട് അനുഭാവം രേഖപ്പെടുത്തി എന്നുള്ള ഏക കാരണം കാഷ്വൽ ജീവനക്കാരെ 58 പേരെ സർവീസിൽ നിന്നും പക്ഷേ ഒരു 2 മാസത്തെ തുടർച്ചയായ സത്യാഗ്രഹ സംരക്ഷണം അവരെ ഇത്രയും അമ്പ്യാരി ഈ 3 സമരകാലത്ത് എന്നെ കൊണ്ട് സാധിക്കും. 1, 2, 3 ശമ്പള കമ്മീഷനുകൾ നീതി പുലർത്താത്തതും ജീവനക്കാരെ രോഷം കൊള്ളിച്ചു. മിനിമം വേതനം അഥവാ പൊതുമേഖലയുമായി വേതന തുല്യത, ബോണസ്, കാഷ്വൽ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുക, 8 മണിക്കൂർ ജോലി, പ്രതികാര നടപടികൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമരത്തിൽ ഉന്നയിക്കപ്പെട്ടു. INTUC ഒഴികെ മറ്റെല്ലാ ട്രേഡ് യൂണിയനുകളും കൈകോർത്ത് രൂപം കൊടുത്ത NCC-RSന്റെ നേതൃത്വത്തിലായിരുന്നു സമരം. താൻ സമരത്തിൽ പങ്കെടുത്ത ശേഷം പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം ഒളിവിൽ പോവുകയും രഹസ്യമായി സമരത്തിന്റെ സന്ദേശം തൊഴിലാളികൾക്ക് എത്തിക്കുകയും ചെയ്തിരുന്നുവെന്ന് കൊല്ലം സ്വദേശിയായ ജി ശിവശങ്കരൻ നായർ ഓർമ്മകൾ പങ്കുവച്ചു. സമരം ഈ നേരിട്ട രീതി വളരെ പൈശാചികമായിരുന്നു. സമരം പങ്കെടുത്തവരുടെ ശതമാനക്കണക്ക് നോക്കിയാൽ സമരം വിജയമാണ്. പൈശാചികമായി ഇന്ദിരാഗാന്ധി സമരത്തെ നേരിട്ടു. പല സ്റ്റേഷനുകളും അടച്ചിട്ടു. തൊഴിലാളികൾക്കിടയിൽ പട്ടിണി പടർന്നു. നിശ്ചയിച്ച വിവാഹം പോലും മുടങ്ങി. പലർക്കും ജോലി നഷ്ടപ്പെട്ടു. ഒരു ഘട്ടത്തിൽ സമരം അവസാനിപ്പിച്ചെങ്കിലും പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കാൻ ഇന്ദിരാഗാന്ധി തയ്യാറായില്ല. ജനതാ സർക്കാർ വന്ന ശേഷം മാത്രമായിരുന്നു ജോലി തിരികെ കിട്ടിയത്. ഇതൊക്കെ ചരിത്രം. അതേസമയം ഈ സമരമൊക്കെ പുനരാരംഭിക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോഴത്തെ റെയിൽവേ തൊഴിലാളികൾ. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.